ഇതാണ്ട ഇതാണ് അലോവേരയുടെ പൂവ് കണ്ടോ. ഇത് ആ പിരിവിരേന്ന് റോസാപ്പൂക്കൾ ഉണ്ടാക്കണ റോസാട്ടോ ഇത് ഇതുണ്ടോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി ടിപ്സ് അല്ല കേട്ടോ. അപ്പോൾ ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മളെ സുന്ദരികളായിട്ടിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മുന്നിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി നിറച്ചും ചെടികളുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ വാങ്ങിക്കണത് നമ്മുടെ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. അപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റിയിലെ നഴ്സറി പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വിലക്കുറവിൽ ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് 10, 45, 35, 25, 50 അങ്ങനെ വരെയുള്ള വിലയ്ക്ക് കിട്ടുന്ന പ്ലാന്റുകളൊക്കെ നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടും. അതായത് ഈ കാണുന്ന റെഡ് പ്ലാന്റുകളൊക്കെ ഈ പ്ലാന്റുമൊക്കെ വെറും 50 ഫിൽസ് മാത്രമാണ് ദുബായ് മുനിസിപ്പാലിറ്റിയിലുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഈ വർഷം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം പോയിട്ട് ഞാൻ കുറേ ചെടികൾ വാങ്ങിച്ചാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യവും കൂടെ പോയി. അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മൾ രാവിലെ പോകണം. അവിടെ ഈ കാണുന്നത് ഇൻഡോർ പ്ലാന്റുകളാണ്. ഇതുപോലെ നല്ല കളർഫുള്ളായ ചെടിച്ചട്ടികളിലായിരിക്കും നമുക്ക് തരുന്നത്. ചെടിച്ചട്ടി പോലും വാങ്ങിക്കേണ്ട കാര്യമില്ല. ആദ്യം കണ്ടത് ഔട്ട്ഡോർ പ്ലാന്റുകളാണ്. പോകുമ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തെ പോകാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും ചെടികളാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇപ്പോൾ ആദ്യത്തെ എൻ്റെ പണി എന്ന് പറയുന്നത് നമ്മുടെ ജെറേണിയം എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചെടുത്ത് തന്നെ കൊണ്ട വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ചിരുന്നത് എൻ്റെ കിച്ചണിലാണേ. അപ്പോൾ അവിടെ തന്നെ ഇത് ഞാൻ കൊണ്ടുവെക്കട്ടെ. ഇവിടെയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ച എന്തോരം പൂക്കളാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എടുത്തുകൊണ്ട് വെക്കട്ടെ. അങ്ങനെ അവരെ 3 പേരെ ഞാൻ ഇവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ കിച്ചണിലെ ഇതിലാണ് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്. വിൻഡോയിൽ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ പൂക്കളുണ്ടായി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് രണ്ടും ഇത് കണ്ടോ. ഇതിൽ പിങ്ക് ഫ്ലവറാണേ. ഇതിൽ വെള്ളയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി അതിലോട്ട് വെക്കട്ടെ. ഞാൻ വൈറ്റ് ഇവിടെ ഇരിക്കട്ടെ. പിങ്ക് താഴെ വെക്കാം. പിങ്ക് താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 ചെടികളും കൂടെ ഇതിലോട്ട് വെക്കാം. ഇതിൻ്റെയൊക്കെ ഈ ചട്ടിയുടെ കളറുകൾ നോക്കിയാൽ നല്ല ഭംഗിയല്ലേ. നോക്കിയാൽ റെഡ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അതുപോലെ നല്ല കളറുകളായിരുന്നേ. ഞാൻ ഇവിടെ എങ്ങാനും ഒക്കെ വെക്കട്ടെ. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആ പിരിവിരേന്ന് റോസാപ്പൂക്കൾ ഉണ്ടാക്കണ റോസാട്ടോ ഇത് ഇതുണ്ടോ. ചെറിയ റോസ്. ഇതിൽ മുട്ടുണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് കുറച്ച് പോട്ടിംഗ് സോയിൽ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചീരയൊക്കെ തട്ടിട്ട് പോട്ടിംഗ് സോയിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ പ്രാവശ്യത്തെ ചെടിയുടെ കൂടെയൊക്കെ എനിക്ക് പോട്ടിംഗ് സോയിൽ പുതിയത് ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഈ കാണിച്ച ആ പോട്ടിംഗ് സോയിലാണ് വാങ്ങിച്ചത്. അതാണ് നല്ല പോട്ടിംഗ് സോയിൽ എന്ന് അവർ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ പോട്ടിംഗ് സോയിൽ മേടിച്ചാൽ അത് ചെടികൾക്ക് നല്ലതാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിൽ നേരത്തെ കഴിഞ്ഞ വർഷം നിന്നാണ് കേട്ടോ. ഈ CC പ്ലാന്റിനകത്തൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഞാൻ വേറെ CC പ്ലാന്റുകൾ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. വലിയ CC പ്ലാന്റുകൾ എൻ്റെ വീടിനകത്തും ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടോ. അത് ചട്ടിക്കകത്തെ മണ്ണാണ് ആദ്യം ഞാൻ കാണിച്ചത്. അത്രയും നനഞ്ഞും അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഫുള്ള് മാറ്റിയിട്ട് പുതിയ പോട്ടിംഗ് സോയിലും എല്ലാം കൂടെ ചേർത്തിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് റീപ്ലാന്റ് ചെയ്ത് വെക്കണം. അപ്പം ഒന്നെങ്കിൽ ഒരു വർഷം 2 വർഷമൊക്കെ കൂടുമ്പോഴത്തേക്ക് മാറ്റി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചെടി അങ്ങനെ നിൽക്കാനും ചീഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വേറെ പ്ലാന്റുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഈ സ്പൈഡർ പ്ലാന്റൊക്കെ ഓരോരോ ചട്ടുകളിൽ നിന്ന് വേറെ തൈകൾ മാറ്റി കുഴിച്ചു വെച്ചതാണ്. പിന്നെ ഈ പ്ലാന്റ് എന്നാന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ഞാൻ 2 വർഷം മുന്നേ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതും ഇപ്പം അങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഈ കാണുന്നതിൻ്റെ എല്ലാം വന്ന പാടെ തന്നെ പോട്ടിംഗ് സോയിലും എല്ലാം മാറ്റി എല്ലാം പുതിയതായിട്ടെല്ലാം എടുത്തു വെച്ചതാണ്. അതിനുശേഷം ഞാൻ ബാൽക്കണിയിലോട്ട് ഇറങ്ങി. ബാൽക്കണിയിൽ ചെടികൾക്കും പിന്നെ പോട്ടിംഗ് സോയിലൊക്കെ ഇടാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറേ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു ബാൽക്കണി. നിങ്ങൾ കണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം പാവയ്ക്കൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പാവയ്ക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ പറിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് വെച്ച് ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്ത് എനിക്ക് പുതിയ പോട്ടുകളിലേക്ക് പുതിയ മണ്ണ് നിറച്ചിട്ട് ചീരയുടെ വിത്തുകളൊക്കെ നടണമായിരുന്നു. അപ്പോൾ ആ പരിപാടികളൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ വാങ്ങിച്ച റോസ്. അപ്പോൾ ഇത് കണ്ടതേ നിറച്ച് മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനത്തെ ഒരു റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ പോയായിരുന്നു. അപ്പോൾ അതെനിക്ക് വെള്ളം എന്തോരം ഒഴിക്കണം എന്നറിയില്ല. ഞാൻ
ആദ്യം വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതായത് ഒരു 4 വർഷം മുന്നേ. അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ ഞാനിത് വാങ്ങിച്ചാൽ. പിന്നെ ഇത് കണ്ടോ, ഇത് 50 ഫിൽസാണ് ഉള്ളൂ കേട്ടോ ഇതിന്, ദുബായ് മുനിസിപ്പാലിറ്റിയിൽ. പിന്നെ ഇത് കണ്ടോ, ഈ പൂ കാണാൻ നല്ല ഭംഗിയല്ലേ, ഇതും 50 ഫിൽസേ ഉള്ളൂ. ഇത് അവരെന്തോ ജാസ്മിൻ എന്നാണ് പറഞ്ഞത്. അതുപോലെ മുല്ലപ്പൂവിൻ്റെ പോലത്തെ ഒരു നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അതും ഒരു ചെട്ടിക്ക് 50 ഫിൽസേ ഉള്ളൂ. ഒരു 2-3 മാസമൊക്കെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ ചീര വിത്ത് നടാനായിട്ട് ഞാൻ ഇന്നലെ മണ്ണ് നിറച്ച് വെച്ചേക്കണതാണ് കേട്ടോ. മണ്ണ് നിറച്ച് വെച്ചേക്കണതാണ്. ഇനി എനിക്ക് കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്യാനുണ്ട്. അതൊക്കെ പഴയ മണ്ണാണ്. ആ പഴയ മണ്ണും ഈ പുതിയ മണ്ണും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് വിത്തൊക്കെ നടുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ മണ്ണിലെ വളമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ. പിന്നെ ഇത് കണ്ടോ, ഞാൻ ചീച്ച് വെച്ചേക്കുന്ന സാധനമൊക്കെ ഇതിൽ നിന്ന് ഞാൻ ആവശ്യത്തിലേറെ വെള്ളം ഞാൻ ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ പിശറൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ടേക്കണതാണ്. ഇനി ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിക്കകത്ത് മണ്ണിലേക്ക് ഇതെല്ലാം ഇട്ട് വേസ്റ്റ് ഇട്ട് ഞാനൊരു 3-4 മാസത്തേക്ക് അതവിടെ മൂടി വെച്ചേക്കും. അത് കഴിഞ്ഞ് ആ മണ്ണും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ, അങ്ങനെയുള്ള മണ്ണും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ മണ്ണുകളൊക്കെ റെഡിയാക്കി വെക്കണത്. പിന്നെ ഇതെൻ്റെ അരിവേപ്പൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വെട്ടി നിർത്തിയേക്കണേ കേട്ടോ. എന്നാ കുഞ്ഞ് അരിവേപ്പായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ചോടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്ത് വണ്ണം വെച്ച് നോക്കിയേ. പിന്നെ ഇത് കണ്ടോ, അതുപോലെ വലിയൊരു ചീര നിൽപ്പുണ്ട്. ഇത് പറിച്ച് കറി വെക്കണം. പിന്നെ ഇതിൻ്റെ ചോട്ടിൽ ഞാൻ ഈ മുളകരിയൊക്കെ ഇരുന്നത് എന്ന് പറഞ്ഞാൽ മുളകിൻ്റെ അരി വെറുതെ കൊണ്ട് ഇട്ടിരുന്നതാണേ. അതെല്ലാം കിളിച്ച് വന്നു. ഞാൻ പറിച്ചൊന്നും നടുന്നൊന്നുമില്ല. ഒരുപാട് തൈകളുണ്ട്. ഇത് കണ്ടോ, കുറേ തൈകളുണ്ട്. പിന്നെ അലോവര ഞാൻ പറഞ്ഞില്ല, അലോവര ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. പിന്നെ നിങ്ങൾ അലോവരയുടെ പൂവ് കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചുതരാം അലോവരയുടെ പൂവ്. ഇത് കണ്ട, ഇതാണ് അലോവരയുടെ പൂവ്. കണ്ടോ, ഇതാണ് അലോവരയുടെ പൂവ്. കണ്ടോ, ഇതിനകത്ത് ഇത് പൊഴിഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് കായ ഉണ്ടാകും കേട്ടോ. കായ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാവേ. ഇതിനിപ്പോൾ ഒരു ശിഖരമൊക്കെ ഉണ്ട്. ഇതാണ്. അതുപോലെ ഈ അലോവരയുടെ പൂ വന്ന അലോവരയാണ് ഏറ്റവും നല്ല അലോവര എന്ന് പറയുന്നത്. അതുപോലെ ഇത് കണ്ടോ, വേറെ ഒരെണ്ണം വരുന്നുണ്ട്. ഒരുപാട് അലോവര ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അത് ഞാൻ ഇതുപോലെ ഓരോ ചട്ടികളിൽ ഇങ്ങനെ പറിച്ച് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേട്ടും ഇതുപോലെ തിങ്ങി നിറഞ്ഞു വരും. അപ്പോൾ ഞാനത് പിന്നെ പറിച്ച് മാറ്റി വെക്കും. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ചട്ടികൾ എനിക്ക് ചീര വന്ന് വെക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിത്തുകൾ നടാനും വേണം. അപ്പോൾ അത് കാരണം ഇനിയിപ്പം ഞാൻ മാറ്റി നടുന്നില്ല. ഇത് കണ്ടോ, ഇവിടെ ഒരു അലോവരയും കൂടി ഉണ്ട്. ഇതിനകത്ത് ഓൾറെഡി ഒരു വലിയ അലോവര ഉണ്ടായിരുന്നു. അത് ഞാൻ പറിച്ച് കളഞ്ഞതാണ്. എന്നിട്ട് അതിൻ്റെ തൈകൾ നിർത്തിയതാണ്. പിന്നെ ഇത് നമ്മുടെ അഡിനിയം എന്ന് പറഞ്ഞ ചെടിയില്ല, അതാണ്. പിന്നെ ഇത് നമ്മുടെ കറിവേപ്പൊക്കെ ഈ സമയമാകുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുകയുള്ളൂ കേട്ടോ. ഇതിങ്ങനെ മുരടിച്ച പോലെ നിൽക്കും. പക്ഷേ ഇനിയിപ്പം നമ്മുടെ വിൻ്റർ കഴിഞ്ഞിട്ട് പതുക്കെ ചൂടൊക്കെ ആയി വരുന്ന സമയമാകുമ്പോഴത്തേട്ട് നല്ലോണം കയറി വന്നോളും. പിന്നെ ഇത് ഇവിടെ നാരകമാണോ ഓറഞ്ചാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിവിടെ തന്നെ ഒരെണ്ണം കിളിച്ച് വന്നതാണ്. ഇത് പിന്നെ നമ്മുടെ മണിത്തക്കാളിയാണ് കേട്ടോ. അത് കണ്ടോ, മണിത്തക്കാളി ഞാൻ വെക്കാറില്ല. അത് കാട് പോലെ വരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരെണ്ണം ഉണ്ടായത്. കാട് പോലെ വരും. അത് പിന്നെ ഞാൻ ഒരെണ്ണം അതിൻ്റെ ചോട്ടിൽ നിന്നപ്പോൾ അത് പറിച്ച് തിന്നാൻ ഈ തക്കാളിപ്പഴം തിന്നുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ തുളസി കണ്ടോ. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ തുളസിയല്ല കേട്ടോ, ഇതാണ് അറബിക് തുളസി. ഇതിൻ്റെ ഇലയിട്ടിട്ട് ചായ കുടിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാൻ 2 വർഷം മുന്നേ നമ്മുടെ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇത് 2 ദിറംസോ അങ്ങനെ കണ്ട് കൊടുത്തിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ എന്തോരം പൂവായെന്ന്. ഇതിൻ്റെ ഈ ബേസലിൻ്റെ സീഡാണ് കസ്കസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് സീഡ്സ് കണ്ടോ, അത് കാണുന്നുണ്ടോ, കറുത്ത് കുത്തായിട്ടിരിക്കണേ, ഇതാണ് അതിൻ്റെ സീഡ്സ്. അത് ഞാൻ കുറച്ച് തിരുമ്മി എൻ്റെ കയ്യിലേക്ക് എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീഡ്സ് കസ്കസായിട്ട് ഉപയോഗിക്കാവോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തുളസിയുടെ വിത്ത്. എനിക്കൊരു ബോഗൺവില്ല ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പടന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പന്തലിച്ച് ഇങ്ങോട്ട് നിൽക്കുമായിരുന്നു. അത് ഞാൻ പിന്നെ കട്ട് ചെയ്ത് വിട്ടതാണിത്. ഇനിയിപ്പോൾ കുറ്റി പോലെ ആയിട്ട് വരാനായിട്ട് നിങ്ങൾ മുന്നേ കണ്ടു കാണുമല്ലോ. എൻ്റെ പാവൽ ഇതേലായിരുന്നു കയറിപ്പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു മുല്ല ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പം സീസൺ ആകുമ്പോഴത്തേട്ടും അതിലേക്ക് വരാനായിട്ട്. പിന്നെ എൻ്റെ മൈലാഞ്ചിയാണിത്. മൈലാഞ്ചി ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ടില്ല. അതങ്ങനെ തന്നെ നിപ്പുണ്ട്, പടർന്ന് തന്നെ നിപ്പുണ്ട്. പിന്നെ ഒട്ടുമിക്ക ചെടികളിലെല്ലാം തന്നെ ഇത് കണ്ടോ, തളിരില വരുമ്പോഴത്തേട്ടും അതിലിങ്ങനെ ഒരുതരം കുഞ്ഞു പ്രാണികളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് മൈലാഞ്ചിയുടെ കൂമ്പൽ നിന്നതാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, മൈലാഞ്ചിയുടെ കൂമ്പൽ ഇങ്ങനെ പൊറ്റം പോലെ ഇങ്ങനെ പിടിച്ച് അതുകൊണ്ട് ഈരൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതെന്നായെന്ന് ചോദിച്ചാൽ ഞാനത് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ വേസ്റ്റിലോട്ട് കൊണ്ടിടും. ബാൽക്കണിയിലൊന്നും ഇടത്തില്ല, കാരണം അതിലിട്ടിട്ടുണ്ട് പിന്നെ പുറത്ത് വേറെ ചെടികളിലോട്ട് പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വിത്ത് ഇടാനുണ്ട്. അപ്പം ഞാൻ ഇന്നലെ പോട്ടിംഗ് സോയിലിൽ
പോട്ടൊക്കെ നിറച്ച് വെച്ചിട്ട് പോട്ടിംഗ് സോയിലൊക്കെ ഇട്ട് പോട്ടൊക്കെ നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇത് നെൽവിക്ക് ടൂറ് പോയപ്പം അവർക്ക് ഒരു പെൻസിൽ കിട്ടിയതാട്ടോ. അപ്പോൾ അതിനകത്ത് വിത്തുണ്ടായിരുന്നു. ഇത് തക്കാളിയുടെ വിത്താന്ന് തോന്നുന്നു. അപ്പോൾ അതെന്നായാലും നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ചോട്ടിലേക്ക് ഇടാം കേട്ടോ. അപ്പം ഞാനത് പൊളിച്ചെടുത്തു. അന്നേരം അവനത് അന്നേരം പറഞ്ഞായിരുന്നു, ഇത് എന്നായാലും അമ്മ ചെടിയൊക്കെ നടുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് നമുക്ക് നട്ട് നോക്കണം കേട്ടോ, ഉണ്ടാവുമോ നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. തക്കാളിയുടെ ഏരിയ എന്നായാലും നമുക്കിതിലേക്ക് നട്ട് വെക്കാം. ഞാൻ ഇന്നലെ മണ്ണൊക്കെ ഇട്ട് ഇന്നലെ വൈകുന്നേരവും നനച്ചു മണ്ണ്, ഇന്ന് രാവിലെയും നനച്ചതാണ്. അപ്പോൾ 2 ചെടിയുടെ ചെടിച്ചട്ടിയിലേക്ക് ഞാൻ അതിൻ്റെ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 അരി വെച്ച ഒരെണ്ണത്തിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഇനി അതിന് ശേഷം നമുക്കിത് പിന്നെ തുളസിയുടെ അരിയാണ്, ചീരയുടെ അരിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചീരയുടെ അരികൾ ഇങ്ങനെ എടുത്ത് വെക്കാറില്ല. ഇത് അവസാനം ചീര മൂത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഞാൻ വിത്തിന് വേണ്ടിയിട്ട് ഒരു ചീര നിപ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചൂട്ടിൽ വീണ് കിടന്ന ആ മണ്ണ് ഞാനിങ്ങനെ വാരി കുറേ അങ്ങ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് വെക്കാം. ജസ്റ്റ് മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തൊക്കെ നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല, അതിനകത്തൊക്കെ ഇഷ്ടംപോലെ കറുത്ത് ചീരയുടെ വിത്തിരിപ്പുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഇനിയിപ്പം ജസ്റ്റ് മണ്ണങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇനി എല്ലാ ദിവസവും നനച്ച് കൊടുത്ത് കഴിഞ്ഞാൽ വരും. അപ്പം ബാക്കി ഇത് ചീരയൊക്കെ വലുതായി വരുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പം എല്ലാ സീസണിലും തന്നെ എൻ്റെ വീട്ടിൽ ചീര ഉണ്ടാവാറുണ്ട്. നാട്ടിൽ പോകുന്ന സമയം ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ സീസണിലും എൻ്റെ വീട്ടിൽ ചീര ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാൽക്കണി. പിന്നെ ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷം ബാൽക്കണിയിൽ ഒരു ഇതെടുത്താണ് പോച്ചയൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്ന് ബാൽക്കണിയൊക്കെ ഒന്ന് തുടച്ചു, ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി. കാരണം ഇന്നലെ ഒരുപാട് പണിയൊക്കെ കഴിഞ്ഞ കാരണം. അപ്പോൾ ഇതാണ് എൻ്റെ ബാൽക്കണി. ഇനിയിപ്പം പുതിയ ചെടികളൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ബൈ.